ഹലോ, വെൽക്കം ബാക്ക് ടു അമ്മൂസ് വ്ലോഗ്സ്. ഇന്ന് നമ്മുടെ ആഷിക്കുട്ടി അംഗനവാടി പോണൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അംഗനവാടിയിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പോണ വഴിയിലൊക്കെ ആൾക്ക് ഓരോ സംശയങ്ങളാണ്. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്ഷീണം ആളുടെ മുഖത്തുണ്ടേ. പിന്നെ കയ്യിൽ കണ്ടില്ലേ, മിഠായി നിർബന്ധമാണ് ഞങ്ങൾക്ക് അംഗനവാടി പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോവില്ല. ഞാൻ പോവില്ല പറയും. രാവിലെ പോകുമ്പോഴും മിഠായി വേണം, തിരിച്ച് വരുമ്പോഴും വേണം മിഠായി. ഫ്രണ്ട്സിനൊന്നും കൊടുക്കില്ല കേട്ടോ, അത് ഒറ്റയ്ക്ക് കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ് അവൾ. ഒരു കുറുമ്പും വാശിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഇപ്പോൾ താഴ്ചയ്ക്ക് യൂണിക്കോണിൻ്റെ നല്ല ഭംഗിയുള്ള ബാഗാട്ടോ. അതുതന്നെ വേണം പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് അവളെ മാമ മേടിച്ചു കൊടുത്തേണേ. നടന്നിങ്ങനെ പോവുകയാണ്. അപ്പോൾ വെയിലായി, അപ്പോൾ ഞാൻ അവളെ എടുത്തിരിക്കുകയാണ്. ചെറിയ ക്ഷീണം മുഖത്ത് കാണുന്നുണ്ട്, ജലദോഷത്തിൻ്റെ ആവും. അങ്ങനെ ഞങ്ങൾ നടന്ന് പോണ വഴിയിലാണ് ഒരു മിഠായി കവർ കണ്ടത്. ഇതാണ് ഞങ്ങളെ പ്രശ്നം. ഇങ്ങനെ കവർ കാണുമ്പോൾ, മിഠായിൻ്റെ ഒക്കെ കവർ കാണുമ്പോൾ സ്റ്റെക്കാവും. എന്നിട്ട് അത് ആര് കഴിച്ചതാണ്, എപ്പോൾ കഴിച്ചതാണ്, അതൊക്കെ അറിയണം, എന്നാലേ പോവുള്ളൂ. വീണ്ടും ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അത് ഇടയ്ക്ക് വീഴാനൊക്കെ പോവും. ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഇങ്ങനെ പോവുകൾ. ഇനിയും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അംഗനവാടിയിലേക്ക്. അപ്പം അങ്ങനെ നടന്ന് പോവാണ് ആൾ. അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു മിഠായി കവർ കണ്ടു. എന്തോ മിൽക്കി മാംഗോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെയും പേരൊക്കെ ചോദിച്ച്, അതാരാ കഴിച്ച്, അതൊക്കെ ചോദിച്ചിട്ടാണ് ആൾ പോണത്. വീണ്ടും പോവുകയാണ്. ഒരു ചെറിയ ചിരിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കണം. അവൾ കാല് കടിയണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എടുത്തതാണ്. വീണ്ടും സ്റ്റെക്കായി. ഞങ്ങൾ 10:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണേ. പക്ഷെ 10:30 ആയിട്ടും അംഗനവാടിയിൽ എത്തിയിട്ടില്ല. ഈ തിരിഞ്ഞു കളിയല്ലേ. ചെരുപ്പൊക്കെ കഴിച്ച് അടുത്ത പ്ലാൻ എന്താണോ മാഡത്തിൻ്റെ. ഇപ്പോൾ വട്ടം കറങ്ങാണ്. ടീച്ചർ എപ്പോഴും പറയും, നിങ്ങൾ ലേറ്റായിട്ടാണ് വരൽ, പ്രാർത്ഥനയ്ക്കൊന്നും എത്തലില്ലാന്ന്. ഈ കളിയല്ലേ, പിന്നെ എങ്ങനെ എത്തുക. ഇനി നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്യാം കേട്ടോ. റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് ലെഫ്റ്റിക്ക് ആണ് അംഗനവാടി. ഇവിടെ ഒരു ഇറക്കാണേ. അവിടെ നിന്ന് മുന്നോട്ട് കുറച്ചും കൂടി കൊണ്ട് പോയാൽ നല്ല ഭംഗിയുള്ള പാടാട്ടോ. ഇപ്പം ഞാൻ ആശിക്കുട്ടിനെ വീണ്ടും എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ റോഡിൽ വാഹനങ്ങളില്ല, പക്ഷെ രാവിലെ നല്ല വണ്ടികളാവും. ആ ഷീറ്റ് ഇട്ട് കാണുന്നതാണ് ഇവർ അംഗനവാടി. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുകയാണ്. ഇനി ഇങ്ങോട്ടൊരു ഇറക്കാണ് കേട്ടോ. ഇവിടെ നിന്നും അവളെ നടത്താൻ പറ്റില്ല. ഇതിന് മുകളിലും ബിൽഡിംഗ് ഉണ്ട്. ഇതും അംഗനവാടീൻ്റെ തന്നെയാണ്. നമ്മളെന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുകളിൽ വെച്ച് നടത്തും. അപ്പം നമ്മൾ അംഗനവാടി എത്തിയിട്ടോ. ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അത് എല്ലാവരുടെയും ചെരുപ്പ് അതാ കാണുന്നത്. ഞങ്ങൾ ലാസ്റ്റ് വണ്ടിയാണേ. അപ്പോൾ ആശി വന്നപ്പോഴത്തേന് ടീച്ചർ വന്നിട്ടോ. വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഇതാണ് ആശീൻ്റെ മാലതി ടീച്ചർ. സംസ്ഥാനത്തെ മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള പുരസ്കാരം നേടിയ ടീച്ചറാണ്. നല്ല ടീച്ചറാണ്. ഇതൊക്കെയാണ് ആശിക്കുട്ടീൻ്റെ ഫ്രണ്ട്സ്. 16 കുട്ടികളോളം ഉണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ആഷിക്ക് കസേര കാണില്ല കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ തിരിഞ്ഞ് കളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ടീച്ചർ കസേര എടുക്കാൻ പോവുകയാണ്. ഇതൊക്കെ ടീച്ചർ വരച്ച ചിത്രങ്ങളാട്ടോ. ടീച്ചർ നല്ല വരയ്ക്കും. ഒരുപാട് ചിത്രങ്ങളുണ്ട്. അവിടെ മുകളിലത്തെ ഹാളിലും ടീച്ചർ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടേ. അതൊക്കെ പെയിൻ്റൊക്കെ കൊടുത്ത് നല്ല റിസ്ക്കാണ് ഇതൊക്കെ. ഇതൊക്കെ കുട്ടികളെ ബാഗാട്ടോ. നല്ല കളർഫുൾ ബാഗുകളാണേ. തവളക്കുട്ടൻ, ആമ, പ്രാവ്, കിളി, ആന, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. പിന്നെ അതാ ടീച്ചർക്ക് കിട്ടിയ ട്രോഫികളൊക്കെയാണ് കേട്ടോ അത്. പിന്നെ ഒരുപാട് ക്രാഫ്റ്റും ടീച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആശിക്കുട്ടിനോട് ടീച്ചർ ചോദിക്കുകയാണ്, എന്താ ലേറ്റായി, നാളെ ലേറ്റ് ആവരുത് എന്നൊക്കെ പറയുകയാണേ. ഇന്നത്തെ ഇവരുടെ തീം വാഹനങ്ങളെക്കുറിച്ചാണ്. ഓരോ ദിവസം ഓരോ തീമാണ് അംഗനവാടിയിലെ. പിന്നെ അവർക്ക് കളിക്കാൻ കുതിരകളുണ്ട്, ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പനെ വരച്ചിട്ടുണ്ട്. പിന്നെ കളിക്കാനൊരു സീസൊക്കെ കൂടിയുണ്ട്. ചെറിയൊരു പൂന്തോട്ടക്കാർ നല്ല ഭംഗിയായിട്ടാണ് നമ്മുടെ കല്ലേങ്ങൽപ്പടി അംഗനവാടി ടീച്ചർ കൊണ്ടു നടക്കുന്നത്.